ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. മഴ 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 അടിപൊളി. നമ്മൾ ഇവിടെ വന്നിട്ട് നല്ല ഉറച്ച് മഴ പെയ്തിട്ട് കുറെ നാളായി തോന്നുന്നു. ഈ അന്നൊരു ദിവസം പെയ്തയാ. മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അടിപൊളി. ഇടിയുണ്ട്. ഞാൻ കുളിച്ചു ഗൈസ്, ഇല്ലെങ്കിൽ ഇറങ്ങി കുളിക്കായിരുന്നു. അല്ല, പുതുമഴ നനഞ്ഞൂടെന്നാ പറയുന്നത്, പനി പിടിക്കും. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ, അമ്പൂട്ടനെ ഇത് നമ്മൾ പെൺകൊച്ചായിട്ട് ഒഴുക്കാൻ വേണ്ടി പോകണല്ലേ. അമ്പൂട്ടനെ പെൺകുട്ടിയാവണമെന്ന് ഭയങ്കരമായിട്ട് നേർച്ചയൊക്കെ നേർന്ന മൃദുല. പെങ്കൊച്ച് വേണമെന്നും പറഞ്ഞിട്ട് ഇയാള് മണി കിട്ടിയത് അല്ലല്ല, മണി കിട്ടിയ അങ്ങനല്ല. എല്ലാരും ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ പെൺകുഞ്ഞിനായിരുന്നു ഞാൻ പറയുന്നത്. മണി കിട്ടിയത് സുഖപ്രസവത്തിൽ ആരോഗ്യമുള്ളത് കുഞ്ഞ്. അയ്യോ, ഇന്ന് പതിവില്ലാതെ കരിയൊക്കെ ഇടില്ല കേട്ടോ അമ്പൂട്ടനെ. പുറത്ത് നല്ല മഴയാണ്. ഹലോ, നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ഒരു വൈറ്റമിൻ സി സെറം നമ്മുടെ സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന്? അതെ, ആ ഒരു ടെസ്റ്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ ദ ഡെർമാക്കോ 10% വൈറ്റമിൻ സി ഫേസ് സെറം. ഇതാട്ടോ എന്റെ ഈ ടെസ്റ്റിലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ. എ പവർ ഹൗസ് ഫോർമുല ഡിസൈൻ ടു ഡീപ്ലി പെനിട്രേറ്റ് ദ സ്കിൻ. ഈ ഒരു സെറം നമ്മുടെ സ്കിന്നിൽ ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഒരു സെറം മറ്റ് സെറത്തേക്കാൾ എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൽ വൈറ്റമിൻ സി 70% ഡീപ്ലി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെറത്തിൽ വൈറ്റമിൻ സി മാത്രമല്ല കേട്ടോ, നിയാസിനമൈഡും ഹൈലൂറോണിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെറത്തിലെ ഓരോ ഡ്രോപ്സും നമ്മുടെ സ്കിന്നിൽ ആഴത്തിൽ ഇറങ്ങി നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റർ ആക്കുകയും ഈവൻ ടോൺ ആക്കുകയും ഡാർക്ക് സ്പോട്ടിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതും ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സേഫ് ആണ്, എഫക്റ്റീവ് ആണ്, കൂടാതെ ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്തതാണ്. വെറുതെ പറയുന്നില്ല കേട്ടോ. നമുക്ക് ഇനി ഈ സെറത്തിന്റെ ഒരു പെനിട്രേഷൻ ടെസ്റ്റ് നോക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബെറ്റാഡിൻ സൊല്യൂഷൻ ആട്ടോ. ഇവിടെ 2 ഗ്ലാസ്സിലായിട്ട് ഒരേ ക്വാണ്ടിറ്റിയിൽ ഞാൻ ബെറ്റാഡിൻ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് വാട്ടറോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു നോർമൽ ഫേസർ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഗ്ലാസ്സിൽ ദ ഡെർമാക്കോ 10% വൈറ്റമിൻ സി ഫേസറോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഈ സെറത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി എത്രമാത്രം പവർഫുൾ ആണെന്ന് ഈ ഒരു ബെറ്റാഡിൻ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദ ഡെർമാക്കോ സെറം ബെറ്റാഡിൻ സൊല്യൂഷൻ ഉണ്ടായിരുന്ന ഐഡിയൻ കളറിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ദ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റിയുടെ സൈൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഇത് ഫ്രീ റാഡിക്കൽസിനോട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റർ ആക്കുന്നു. ഇതാണ് നിങ്ങൾ നേരത്തെ കണ്ട ബിഫോർ ആൻഡ് ആഫ്റ്ററിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇതാട്ടോ ദ ഡെർമാക്കോ 10% വൈറ്റമിൻ സി ഫേസർ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള എന്റെ സ്കിൻ. ഇറ്റ് ലുക്സ് മോർ റേഡിയന്റ്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഒക്കെ വിസിബിളി റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്, ടെക്സ്ചർ സ്മൂത്തർ ആയിട്ടുണ്ട്, ഹെൽത്തിയറും ആയിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ ആട്ടോ ഇതിന്റെ പ്രൂഫ്. ഡീപ്പ് അബ്സോർപ്ഷൻ ആണ് ഈ ഒരു വ്യത്യാസങ്ങൾക്കെല്ലാം കാരണം. അപ്പൊ നിങ്ങളും റിസൾട്ട് കിട്ടുന്ന ഒരു വൈറ്റമിൻ സി സെറം ആണ് സെർച്ച് ചെയ്ത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ദ ഡെർമാക്കോ 10% വൈറ്റമിൻ സി ഫേസ് സെറം മസ്റ്റ് ടു ട്രൈ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ കൂപ്പൺ കോഡായ പ്രവീൺ 2025 യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. ദ ഡെർമാക്കോ വെബ്സൈറ്റിൽ അവരുടെ കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. കൂടാതെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും അവൈലബിൾ ആണ്. അപ്പൊ ഇനി അമ്പൂട്ടനെ വേഗം ഒരുക്കി ഒരു സുന്ദരി കുട്ടിയാക്കാം. ഇന്ന് എന്നേ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് ഇച്ചിരി കൂടി ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോഴായി ആ ക്യൂട്ട്, അതായത് നമ്മള് ഇന്ന് ഫ്രോക്കോ അല്ലെങ്കിൽ അവനെ പെങ്കൊച്ചായിട്ടൊന്ന് ഒരുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ നടക്കുമ്പോഴാ കുറച്ചുകൂടെ ബ്യൂട്ടി. നമുക്ക് വേണേ അന്നേരം കൂടെ ഒന്ന് ചെയ്യാം. അപ്പൊ ഇന്ന് എന്തായാലും നമ്മള് അമ്പൂട്ടനെ ഇന്ന് പെൺകുട്ടി ആക്കാൻ പോവാ. അമ്പൂട്ടി അതെ, അമ്പൂട്ടി ആക്കാൻ പോവാണ് ഗൈസ് ഇന്ന് അമ്പൂട്ടനെ. അപ്പൊ നമ്മുടെ നേരത്തെ കടയിലോട്ട് പോകേണ്ട മൃദുലൊക്കെ ഓൾറെഡി ഉണ്ട്. ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ദൈവമേ, ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നാടി. ഇടിയത്ത് നമ്മളെ ബ്രേക്കർ വീണ് കേട്ടോ. എന്ത് ഇടിയായിരുന്നു മുതലേ, നെഞ്ചിടിച്ചു പോയില്ലേ? അമ്പൂട്ടനെ വേണ്ട കേട്ടോ. നമുക്കിത് ഓഫാക്കി ഇട്ടേക്കാം എന്തായാലും. വന്നിട്ട് ഓണാക്കാം അല്ലേ? ഓക്കെ, ശരി. പേടിച്ചില്ലേ? പെങ്കൊച്ചാവണ്ടേ? പെങ്കൊച്ച് ഇടിവെട്ടി വരണ്ടിരിക്കുവല്ലാണോ? കറണ്ട് കൂടി പോയപ്പോ എന്റെ കിളി പോയേട്ടാ. അയ്യോ, പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഓഹോ മൊത്തം അടിച്ച് പോയോന്ന്. കാരണം അപ്പുറത്തെ വീട്ടിലെ കറണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്കറാ പിന്നെ ആദ്യം നോക്കിയത്. മിനി ഓഫ് ആയതാ. അപ്പൊ ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. 5 മാസം അതെ. ഈ മോക്ക് മോളെ ഇത് ഫ്രോക്ക് അങ്ങനത്തെ എടി അമ്പൂട്ടി മോൾക്കാണോ? ഇതും കൊള്ളാം.
ഞാൻ മിണ്ടത്തില്ല. എന്താ ചിരുവലത്തേക്ക് ഇടാൻ ഇതൊക്കെ വലുതാപ്പം കാണണേ. ഈ തന്തയും തള്ളയും കൂടി എന്നെ എന്തെല്ലാം കോലോ കെട്ടിച്ച് അന്ന് നമ്മൾ രണ്ടും അടി കൊള്ളും ഇല്ലേ? ആ സൂപ്പർ. കൈ വെച്ചടിക്കുന്നു. നീ ഒന്നും പറയണ്ട. നിന്നെ ഇന്ന് പെങ്കു. ആഹാ അടിപൊളി. ഹേ ഗായ്സ്, ഇന്ന് അമ്പൂട്ടനെ നമ്മൾ അമ്പൂട്ടിയാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോഴേ പെങ്കൊച്ചുകളെ കണക്കിരിക്കുന്നത്. അവന് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടാ. എന്താ ഭയങ്കര ചിരി കേട്ടാ. അമ്പൂട്ടാ, നമ്മളിത് പെങ്കൊച്ചാവാൻ പോവാ. നീ വലുതാകുമ്പോ അച്ഛനെ അമ്മച്ചും ചീത്ത വിളിക്കല്ലേ ഇതൊക്കെ ചെയ്യുന്നതിന്. കേട്ടോ കേട്ടോ? ചീത്ത വിളിക്കുവോ? അന്ന് കടയിട്ട് വാങ്ങിക്കാൻ കയറിയപ്പോഴേ ഈ മോൾക്കാണോ ഡ്രസ് കാണുന്ന? ഈ മോൾക്കാണോ? അതെ ഈ മോൾക്കാ. മോളെ നമുക്കിടാം. തുടങ്ങാം. അപ്പം നാണോ അപ്പം വന്നാ മതി. അപ്പം തന്നാ മതി നാണോ. നമ്മുടെ ഫുൾ നാണമാണ്. തുടങ്ങാം. ഓ ശരി കാണണം. കേറ്റിയിട അങ്ങോട്ട്. ബാവു ബാവു സന്തോഷോ. വാ തുടങ്ങാം. വാ തുടങ്ങാം. ആരും അമ്പു തന്നെ കമന്ന് വീണ അന്ന് അച്ഛന്റെ മരണത്തിന് അവിടെ പോയി നിന്നില്ലേ? അവിടെ പോയി നിന്ന് കറക്റ്റ് ഡേറ്റ് പറയുവാണെങ്കിൽ 16-ാം തീയതി അവൻ തന്നെ കമന്ന് വീണു. അവൻ തന്നെ കമന്ന് വീഴുന്ന കാണിക്കുന്നു വീഡിയോ. ഏത് ഉടുപ്പായിരുന്നു കാണിക്കുന്നത്? കള്ളിപ്പെണ്ണ് ദേണ്ടേ. ഇതാണ് നമ്മൾ ഇടുന്ന ഡ്രസ്. എങ്ങനെ ഉണ്ട്? സൂപ്പർ. തുടങ്ങാം. 3, 1 go. ഓക്കേ. ഇഷ്ടപ്പെട്ടിട്ട് ഇതാകുമ്പോഴേ പിടിക്കാൻ അവൻ അവിടെ ഇവിടെ നെറ്റ് തുണിയില്. ഇനി നാണം വരുന്നോടി കള്ളിപ്പെണ്ണ്. സുന്ദരി കുട്ടപ്പി. വായിക്കാത്ത മൊത്തം അടിച്ച് കേറ്റുന്നു. അമ്പു അടിപൊളിയാട്ടോ. നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്പൂട്ടിനെ ഇഷ്ടപ്പെട്ടു. അയ്യേന്ന് ഭയങ്കര ചൂട് കേട്ടാ. കാരണം എനിക്ക് തന്നെ ഇരുന്നിട്ട് ചൂട് എടുക്കുന്നത്. അപ്പൊ അവന്റെ കാര്യം പറയണ്ടല്ലോ. ഈ ഡ്രസ് പിന്നെ ലുക്ക് അറ്റ് ദാറ്റ് അവർ അമ്പൂട്ടി. എനിക്കൊരു പെങ്കൊച്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏട്ടനല്ല എനിക്ക്. പക്ഷെ ഞാൻ മണി കിട്ടിയപ്പോൾ ആങ്കൊച്ച് വേണമെന്നാണ് മണി കിട്ടിയത്. അപ്പൊ എനിക്ക് ആങ്കൊച്ചിനെ തന്നു. ഇനി എനിക്കൊരു പെങ്കൊച്ചിനെ വേണമെന്നാണ് ആഗ്രഹം. ഇനി അപ്പൊ നമ്മള് ചേട്ടനാവും. ഒരു അനിയത്തി വേണമെന്ന് കണ്ടോ. ഇങ്ങോട്ട് നോക്ക്. പെൺപിള്ളേര് പോലും ഇങ്ങനത്തെ ഡ്രസ് ഇടുമ്പോ കരയൂടാ. ഇടത്തില്ല ഫ്രോക്കുകൾ ഇഷ്ടമല്ല. അവൻ താണ്ടറിയാ പൂവൊക്കെ നക്കുക. പ്രത്യേകിച്ച് തമ്പുരൊന്നും കുഞ്ഞിലെ ഫ്രോക്ക് ഇങ്ങനത്തെ ഇഷ്ടമേ അല്ല. മൃദുല വീർത്ത് കുളിക്കുന്ന നമ്മള് പോലും ചൂടത്ത് വീർക്കുന്ന അവൻ താണ്ട്. തിരുവനന്തപുരം പൊള്ളുകയാണ് കേട്ടോ. ഒടുക്കത്തെ ചൂടാ. വൈകിട്ട് ഇടിയും മഴ. സാധാരണ റെഡ് കാർപ്പറ്റ് ആണ്. ഇത് നമ്മളിപ്പോ ബ്രൗൺ കാർപ്പറ്റിലാട്ടോ. റെഡി ഗോ. സൈനബ, അഴകുള്ള സൈനബ. നീ പാട്ട് പാടണ്ട, ഞാൻ പാടിക്കോളാം. പൂമാട്ര. അപ്പൊ ഗൈസ് നമ്മുടെ കോസ്റ്റ്യൂം നമ്പർ 2 മൃദുല റെഡിയായോ? റെഡിയായി. ചെസ് നമ്പർ റെഡിയായി. ചെസ് നമ്പർ 2 അമ്പൂട്ടി ഓൺ ദ സ്റ്റേജ്. ഓർമ്മ വരുന്നേ അമ്പുവിന്റെ അക്കുറുസേട്ടാ, ഉണ്ണിക്കുട്ടൻ. അതാ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഇച്ചിരി കൂടെ ആയവ ഇരിക്കാറാവുമ്പോ നമുക്ക് അത് ചെയ്യാം.
അടിപൊളി അമ്പ് ഓ ഓ അവളെ പൊക്കിലൊക്കെ നോക്കിക്കേ എന്നാ ലുക്കാ ഹോട്ടാ നമ്മള് ഹോട്ടാ നോക്ക്. നീ പെണ്ണെ കൊള്ളാലോടി, നീ കൊള്ളാലോടി. ഇതൊക്കെ ഒരു രസമല്ലേ കാര്യം? ഇവനെ വെച്ചല്ലേ ചെയ്യാൻ പറ്റൂ. അതെ, നമ്മളെ കൊച്ചിനെ വെച്ചല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആ പോരട്ടെ പോരട്ടെ. എളവത്തൂര് ആടുന്നടി, അവനും ചാടുന്ന കേട്ടോ. അവൻ എൻജോയ് ചെയ്യുവാ, അവൻ പൊളിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ അമ്പൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യട്ടോ. ഈ കോസ്റ്റ്യൂമാണ് ആദ്യമായിട്ട് കോസ്റ്റ്യൂമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. അവൻ ഇത് നടക്കാറാകുമ്പോൾ നമുക്ക് ചെയ്യണം. കാരണം ഇതിട്ടുണ്ട് അവൻ നടക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ബ്യൂട്ടി അല്ലേ. ലാച്ച സെറ്റും ഉണ്ട്, നിന്നെ പൊളിക്കും നമ്മള് അമ്പൂട്ടി. അതെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് നമ്മൾ ഈ ഒരു വ്ലോഗ് കൂടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് വിചാരിച്ചുകൊണ്ട് അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനുള്ള കാണുന്നവരെ ബൂട്ടം കമന്ന് വീട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ലൈവായിട്ട്. ഇപ്പം നോക്കണേ കമന്ന് വീഴുന്നത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ കമന്ന് വീട്ടില്ല, ഇല്ലെങ്കിൽ 150 തൊട്ടോ കമന്ന് വീഴുന്നവനെ. സമയം എത്ര ആയെന്നറിയോ? ഉറക്കവും ഇല്ല ചെറുക്കന്. കണ്ട ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അങ്ങനെ കമന്ന് വീഴുന്ന വീഡിയോ കിട്ടിയേ എൻ്റെ പൊന്നെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കമന്ന് വീഴത്തില്ല. ഇനി തിരിഞ്ഞാടാ, ഞാൻ ഇപ്പോൾ ഒരു കുറേ വട്ടമായി ഞാൻ തിരിച്ചും കമന്ന് കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കരയും. നീ അവിടെ കിടന്നോ. ഡാൻസ് കളിച്ചോ, പാട്ട് പാടണോ, പാടണ്ടേ വേണ്ടേ വേടാ. അച്ഛനെ പോലെ ഡാൻസ് കളിച്ചോ. ക്യാമറ കണ്ടാ തീർന്നു. ക്യാമറ കണ്ടുകൊണ്ട് അങ്ങോട്ട് ചിരി വാങ്ങി. പാട്ട് പാടണോ, ഡാൻസ് കളിച്ചോ, വേണ്ടേ ഡാൻസ് വെച്ചോ. അമ്മയുടെ മുഖത്ത് ഡാൻസ് വെച്ചോ. നല്ലോണം കഴിച്ചോ. അച്ഛൻ്റെ കൂടെ കഴിച്ചോ, അമ്മയുടെ കൂടെ കഴിച്ചോ, ഡാൻസ് വെച്ചോ.